ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കേട്ടോ, വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് നോക്കാം. In a class there are 20 boys and remaining students are girls. The mean weight of total 50 students is 23 kg. The mean weight of boys is 30. Find out the mean weight of girls. നമുക്കിവിടെ ടോട്ടൽ ബോയ്സ് ഉണ്ട്, ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ വെയിറ്റ്, ഗേൾസിൻ്റെ മീൻ വെയിറ്റ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും മീൻ എങ്ങനെയാണ് കാണുന്നത്? മീൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ അല്ലെ സം ഡിവൈഡഡ് ബൈ നമ്പർ. എത്ര നമ്പർ ഉണ്ടോ അതാണ് നമ്മൾ മീൻ കാണുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ മീൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗേൾസിൻ്റെ ടോട്ടൽ വെയിറ്റിനെ, ഇവിടെ വെയിറ്റ് ആണല്ലോ, ടോട്ടൽ വെയിറ്റിനെ ഗേൾസിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുള്ള എന്നാ നോക്കിയേ, 20 ബോയ്സ് ഉണ്ട്. പിന്നെ എഴുതാം ബോയ്സ് 20. ടോട്ടൽ സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 50. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? 50 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് 30 എന്ന് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. ഇനി ടോട്ടൽ ബോയ്സും തന്നിട്ടുണ്ട്, ടോട്ടൽ ബോയ്സിന്റെ മീനും തന്നിട്ടുണ്ട്. എത്രയാ മീൻ? ടോട്ടൽ ബോയ്സിന്റെ മീന് 23 kg ആണ്. ടോട്ടൽ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? ടോട്ടൽ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 23 ടോട്ടൽ മീൻ 23 kg എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആണ്. ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കത്തില്ലേ? ടോട്ടൽ വെയിറ്റ് എങ്ങനെയായിരിക്കും ടോട്ടൽ വെയിറ്റ് കിട്ടുന്നത്? നോക്കിയേ, നമുക്ക് മീൻ കിട്ടുന്നത്, മീൻ എങ്ങനെ കിട്ടുന്നത്? ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് അല്ലേ? അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? ഈ നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ടോട്ടലിനെ ഒറ്റയ്ക്ക് ആക്കാം. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ എന്നാ ചെയ്യും? ഇൻറ്റു. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? മീനിനെ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ടോട്ടൽ കാണാൻ മീനിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? ടോട്ടൽ മൊത്തമാണ് ബോയ്സ് ആൻഡ് ഗേൾസിനെ, അതായത് കാണാൻ വേണ്ടി അവരുടെ എന്ത് ചെയ്താൽ മതി? മീനിനെ, അവരുടെ മീൻ എത്രയാണ്? 23. എന്നിട്ട് അവരുടെ നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 50 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എത്ര വരും? 1150 kg. ഇതാരുടെയാണ്? നമ്മൾക്ക് ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് അതുപോലെ ആരുടെ കണ്ടുപിടിക്കാം? ബോയ്സിന്റെ എണ്ണവും തന്നിട്ടുണ്ട്, ബോയ്സിന്റെ മീനും തന്നിട്ടുണ്ട്. ബോയ്സിന്റെ മീൻ എത്രയാണ്? 30. നോക്കിയേ, അടുത്ത നമ്മൾ ബോയ്സിന്റെ കണ്ടുപിടിക്കാൻ പോണേ. ബോയ്സിന്റെ മീൻ എത്രയാണ്? 30. ബോയ്സിന്റെ നമ്പർ എത്രയാണ്? 20 ബോയ്സ്, 20. അപ്പം ടോട്ടൽ വെയിറ്റ് ഓഫ് ബോയ്സ് എത്ര വരും? വെയിറ്റ് ഓഫ് ബോയ്സ്, ടോട്ടൽ വെയിറ്റ് ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു എന്നാ ചെയ്താൽ മതി? മീനും നമ്പരും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. മനസ്സിലായല്ലോ? മീൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണ്. അപ്പം ടോട്ടൽ കണ്ടുപിടിക്കാൻ മതി, മീനിന്റെ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 30 × 2 600 kg എന്ന് വന്നു. മനസ്സിലായല്ലോ? 600 kg കിട്ടി. അപ്പൊ ഇനി ഗേൾസിന്റെയോ? ഗേൾസിന്റെ എന്നാ കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഗേൾസിന്റെ മീൻ കണ്ടുപിടിക്കാൻ. ഗേൾസിന്റെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ വെയിറ്റിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഗേൾസിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് 30. ഇനി ടോട്ടൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഗേൾസിന്റെ വെയിറ്റ് ഇവിടെ നോക്കിയേ, നമുക്ക് ടോട്ടൽ വെയിറ്റ് 50 കുട്ടികളുടെ വെയിറ്റ് എത്രയാണ്? 1150. ബോയ്സിന്റെ മാത്രം എത്രയാണ്? 600. അപ്പൊ ഗേൾസിന്റെ വെയിറ്റ് എത്ര കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? 1150 600 അങ്ങ് കുറച്ചാൽ പോരെ? ബൈ ഗേൾസിന്റെ എണ്ണം. ഗേൾസിന്റെ എണ്ണം എത്രയുണ്ട്? 30. മനസ്സിലായോ? ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടി 1150, ബോയ്സിന്റെ വെയിറ്റ് കിട്ടി 600. അപ്പൊ ഗേൾസിന്റെ എണ്ണം ഗേൾസിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വെയിറ്റ് ചെയ്ത് ബോയ്സിന്റെ വെയിറ്റ് കുറയ്ക്കുക. ഒന്ന് കുറച്ച് 0 5 6 4 10
550/30. 550 നമുക്ക് 30 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോകും ഞാനിവിടെ. ക്വസ്റ്റ്യൻ വേണ്ടല്ലോ. 550 50 വേണ്ട, കാരണം മേളിലും താഴെ 0 1 പ്ലേസിലുള്ളത് കട്ട് ചെയ്തു. 55നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1 3 3 25 3 24 -1 പോയിന്റ് കൊടുത്തു. 3 9 പിന്നെ 3 9 ഇങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ എത്രയാണ്? 18.33 മനസ്സിലായ മക്കളെ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ബോയ്സിൻ്റെ എണ്ണം, ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കേട്ടോ. ബോയ്സിൻ്റെ എണ്ണം തന്നു ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 50 തന്നു, ബോയ്സിൻ്റെ എണ്ണം 20 ആണ് തന്നു. അതിൽ നമ്മൾ ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു, 30 ആണ്. ഇനി അവർ തന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ മീൻ തന്നിട്ടുണ്ടായിരുന്നു, അതായത് വെയിറ്റിൻ്റെ മീൻ തന്നിട്ടുണ്ടായിരുന്നു 23 kg. നമ്പർ നമുക്കറിയാം, ടോട്ടൽ എണ്ണം 50 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചു. ടോട്ടൽ വെയിറ്റ് കാണുന്നത് എങ്ങനെയാണ്? മീൻ ഇൻറ്റു നമ്പർ കേട്ടോ. ടോട്ടൽ 23 മീന് 50 അത് കിട്ടി. ബോയ്സിൻ്റെ അതുപോലെ ഉണ്ട്. ബോയ്സിൻ്റെ മീൻ തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു 30 ആണ്. ബോയ്സിൻ്റെ നമ്പരും തന്നിട്ടുണ്ടായിരുന്നു 20 ആണ്. അപ്പോൾ അവരുടെ നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചു. എങ്ങനെ? മീൻ ഇൻറ്റു നമ്പർ. ബോയ്സിൻ്റെ വെയിറ്റും കിട്ടി, ടോട്ടൽ വെയിറ്റും കിട്ടി, ബോയ്സിൻ്റെ വെയിറ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗേൾസിൻ്റെ വെയിറ്റ് കിട്ടി. എന്നാ ചെയ്താൽ മതി? ടോട്ടൽ ഇന്ന് ബോയ്സിൻ്റെ എണ്ണം വെയിറ്റ് കുറച്ചാൽ മതി. അപ്പം നമുക്ക് 550 എന്ന് കിട്ടി. ഇനി മീനാണ് കാണണ്ടേ, ഗേൾസിൻ്റെ മീനായിരുന്നു. അപ്പം ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ ടോട്ടൽ വെയിറ്റ് അല്ലേ, ഗേൾസ് ടോട്ടൽ വെയിറ്റ് ബൈ നമ്പർ. ടോട്ടലിൻ്റെ വെയിറ്റ് കണ്ടപ്പോൾ 550, നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 18.33. കേൾക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നും അല്ലേ? ഒന്നുമില്ല, ഒരു 2-3 പ്രാവശ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് തന്നെ ചെയ്യും. ഒന്നുമില്ല, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ വേറെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ആൺകുട്ടികളുടെ എണ്ണം ഇത്ര, പെൺകുട്ടികളുടെ എണ്ണം ഇത്ര, ബാക്കി എണ്ണം ഇത്ര, അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അത് തന്നെ, അതൊന്നും നമ്മൾ ഇച്ചിരി ആ മീനും ഒക്കെ അതിനകത്ത് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര ഓർക്കുക, മീന് തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ മീൻ ഇൻറ്റു നമ്പർ. മനസ്സിലായോ? ഇത് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലുള്ളതൊക്കെ വരുമെന്ന് ഞാൻ പറയില്ല, വരാം. നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ മക്കളെ. എന്നിട്ട് നമ്മുടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണ്ടേ നമുക്ക്. ഓക്കെ, താങ്ക് യു.